ഞാനും എൻ്റെ അടുത്ത രണ്ട് സുഹൃത്തുക്കളും കൂടി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയായിരുന്നു. കമ്പനിയുടെ ആരംഭഘട്ടമായിരുന്നതിനാൽ ഞങ്ങൾക്ക് വർക്ക് കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു പരിചയക്കാരൻ വഴി ഞങ്ങൾക്ക് ഒരു പുതിയ വർക്ക് ലഭിക്കുന്നത്. ഇടുക്കിയിൽ ഒരു എസ്റ്റേറ്റ് മുതലാളിയുടെ പുതിയ വീടിൻ്റെ കോൺട്രാക്റ്റ്. വലിയൊരു പ്രോജക്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ വേഗം അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് വീടിൻ്റെ പണി ആരംഭിച്ചു. ഞങ്ങളുടെ സുഹൃത്തും പാർട്ട്ണറുമായ വിനുവിനായിരുന്നു ആ സൈറ്റിന്റെ ചുമതല. അവൻ അവിടെ എത്തി പണിയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കെയാണ് അവന്റെ അടുത്ത ഒരു ബന്ധുവിന് അപകടം പറ്റുന്നത്. അവൻ അന്ന് തന്നെ നാട്ടിലേക്ക് വരികയും ചെയ്തു. അതോടെ ആ സൈറ്റിന്റെ ചുമതല എനിക്കായി. അവിടെ തടസ്സങ്ങളൊന്നും കൂടാതെ പണി നടക്കണമെങ്കിൽ ഒരു മേൽനോട്ടക്കാരൻ കൂടിയേ തീരൂ. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും മറ്റുമെടുത്ത് അന്ന് രാത്രി തന്നെ ഞാൻ ഇടുക്കിയിലേക്ക് തിരിച്ചു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇടുക്കിയിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ പരിഭ്രമം എനിക്കുണ്ടായിരുന്നു. ഇടുക്കിയിൽ കുട്ടിക്കാനം എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങാനാണ് വിനു എന്നോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഞാൻ ബസ്സിൽ കയറിയ ഉടനെ തന്നെ കണ്ടക്ടറോട് സ്ഥലമെത്തുമ്പോൾ പറയാൻ പറഞ്ഞേൽപ്പിച്ചു. രാത്രിയായിരുന്നതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി അധികം വൈകാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിന്നീടെപ്പോഴോ ആരോ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. കണ്ടക്ടർ സ്ഥലമെത്തി എന്ന് പറഞ്ഞു വിളിച്ചതായിരുന്നു അത്. ഞാൻ വേഗം എൻ്റെ ബാഗും എടുത്ത് മുന്നോട്ടെടുക്കാൻ തിരക്ക് കൂട്ടി നിന്നിരുന്ന ബസ്സിൽ നിന്നും ചാടിയിറങ്ങി. ബസ് സ്റ്റോപ്പിനടുത്ത് എന്നെയും കാത്ത് ഒരു ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ജീപ്പിനടുത്തേക്ക് ചെന്ന് ഡ്രൈവറോട് സംസാരിച്ചു. ഏതാണ്ട് 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനായിരുന്നു ഡ്രൈവർ. അവൻ അരമണിക്കൂറോളമായി എൻ്റെ വരവും കാത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ജീപ്പിലേക്ക് കയറി. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് എനിക്ക് താമസമൊരുക്കിയിട്ടുള്ള വീട്ടിലേക്കാണ്. പ്രധാന ജംഗ്ഷനിൽ നിന്നും 3 കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയായിരുന്നു ആ വീട്. പുലർവേളയിൽ മഞ്ഞു മൂടിക്കിടന്നിരുന്ന തേയിലത്തോട്ടങ്ങളെ പിന്നിലാക്കി ജീപ്പ് മുന്നോട്ട് കുതിച്ചു. ഏതാണ്ട് 1/2 കിലോമീറ്ററോളം അത്യാവശ്യം നല്ല റോഡായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു മഡ് റേസ് നടത്താൻ പാകത്തിനുള്ളതുപോലെയുള്ള റോഡായി മാറി. വളവുകളും തിരിവുകളുമുള്ള പൊട്ടിപ്പൊളിഞ്ഞ ആ റോഡിലൂടെ പോകുമ്പോൾ ഞാൻ ജീപ്പിനുള്ളിൽ ഒരു റോളർ കോസ്റ്ററിൽ എന്ന പോലെ ആടിയുലഞ്ഞു. കുറേ ദൂരം പിന്നിട്ട് ജീപ്പ് റോഡിൽ നിന്നും കരിങ്കല്ലുകൊണ്ടുള്ള മതിൽ കെട്ടിത്തിരിച്ച ഒരു പറമ്പിലേക്ക് കയറി. പറമ്പിനുള്ളിൽ മനോഹരമായ ഒരു പുൽമേട്. അതിന്റെ ഒത്ത നടുക്ക് 1 നൂറ്റാണ്ടോളം പഴക്കമുള്ള മധ്യകാല യൂറോപ്യൻ നിർമ്മിതി പോലെ തോന്നിക്കുന്ന ഒരു വീട്. ഞാൻ ജീപ്പിൽ നിന്നും ഇറങ്ങി സമയം നോക്കി. ആ 3 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏതാണ്ട് അരമണിക്കൂർ വേണ്ടി വന്നിരിക്കുന്നു. ഡ്രൈവർ പയ്യൻ ജീപ്പിൽ നിന്നും ഇറങ്ങി എന്നോടൊപ്പം വീടിനകത്തേക്ക് വന്ന് എനിക്കുള്ള മുറി കാണിച്ചു തന്നു. ഇവിടെ ഇതിനു മുമ്പ് ആരാ താമസിച്ചിരുന്നത്? ആ മുറി ഇതിനു മുമ്പ് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ പയ്യനോട് ചോദിച്ചു. കൃത്യമായി അറിയില്ല, ഞാനിവിടെ ജോലിക്ക് കയറിയ ശേഷം ഈ മുറിയിൽ ആരും താമസിച്ച് കണ്ടിട്ടില്ല, അവൻ പറഞ്ഞു. അപ്പോൾ വിനു ഏതു മുറിയിലാണ് താമസിച്ചിരുന്നത്? ഞാൻ എൻ്റെ ബാഗ് കട്ടിലിൽ എടുത്തു വെച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. വിനിച്ചേട്ടൻ ഈ വീട്ടിലായിരുന്നില്ല താമസിച്ചിരുന്നത്, അവൻ അലസഭാവത്തിൽ പറഞ്ഞു. പിന്നെ? എനിക്ക് സംശയമായി. വിനിച്ചേട്ടനും പിന്നെ തേയില കമ്പനിയുടെ കുറച്ച് സ്റ്റാഫുകളും ഇവിടെ നിന്ന് കുറച്ചു മാറിയുള്ള ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഉരുൾപൊട്ടി അവിടേക്കുള്ള വഴിയൊക്കെ ഒലിച്ചുപോയി. അവൻ വളരെ ലാഘവത്തോടെയാണത് പറഞ്ഞതെങ്കിലും ഉരുൾപൊട്ടൽ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചെറിയ പേടി തോന്നി. കാരണം ഇതിനു മുമ്പ് ഞാൻ വാർത്തകളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു വാക്കായിരുന്നു അത്. എന്നെ കൂടാതെ തേയില കമ്പനിയുടെ 3 സ്റ്റാഫുകളും കൂടി ഈ വീട്ടിലുണ്ടാവുമെന്നവൻ പറഞ്ഞു. അതെന്തായാലും നന്നായി, അല്ലാതെ ഇതുപോലൊരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാനൊന്നും പറ്റില്ല. ഞാൻ എൻ്റെ ബാഗും മറ്റ് സാമഗ്രികളും ഷെൽഫിലെടുത്തു വെച്ചു. അപ്പോഴേക്കും മറ്റു മുറികളിലുണ്ടായിരുന്നവർ പുറത്തേക്ക് വന്നു. ഡ്രൈവർ പയ്യൻ എന്നെ അവർക്ക് പരിചയപ്പെടുത്തി. അവർക്ക് ജോലിക്ക് പോകാനുള്ള സമയമായിരുന്നതുകൊണ്ട് ഞാൻ വേഗം പോയി ഒന്ന് ഫ്രഷായി വന്ന് അവരോടൊപ്പം ജീപ്പിൽ കയറി. പോകുന്ന വഴിയിലെ കുലുക്കം കാരണം ആരോടും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആകെ അറിയാൻ കഴിഞ്ഞത് ഡ്രൈവർ പയ്യന്റെ പേര് അബി എന്നാണ് എന്നത് മാത്രമാണ്. പോകുന്ന വഴിയിൽ വെച്ച് അബി മറ്റു 3 പേരെ തേയില കമ്പനിയുടെ ഓഫീസിൽ ഇറക്കി. പിന്നെ അവിടുന്ന് എന്നെയും കൊണ്ട് വീടിന്റെ പണി നടക്കുന്ന സൈറ്റിലേക്ക് പോയി. ഞങ്ങളെത്തുമ്പോൾ പണിക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എന്നെ സൈറ്റിൽ ഇറക്കിയ ശേഷം അബി ജീപ്പിൽ എങ്ങോട്ടോ പോയി. ഞാൻ പണിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി അതിന്റെ തിരക്കുകളിൽ മുഴുകി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അബി എനിക്ക് വേണ്ട ഭക്ഷണവുമായി തിരികെ എത്തി. ഞാനത് ജീപ്പിൽ തന്നെ ഇരുന്ന് കഴിച്ചു. അന്നത്തെ ദിവസം കുഴപ്പങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി. വൈകുന്നേരം വീണ്ടും അബി ജീപ്പുമായി വന്നു. തിരികെ താമസമൊരുക്കിയിട്ടുള്ള വീട്ടിലേക്ക് പോകും വഴി തേയില കമ്പനിയുടെ ഓഫീസിൽ ചെന്ന് രാവിലെ അവിടെ ഇറക്കിയ 3 പേരെ കൂടി പിക്ക് ചെയ്തു.
വൈകുന്നേരം 6 മണിയോടെ ഞങ്ങൾ ആ വീട്ടിൽ തിരികെ എത്തി. വീട്ടിലേക്ക് ചെന്ന് കയറിയ പാടെ മറ്റു 3 പേരും അവരവരുടെ മുറികളിൽ കയറി വാതിലടച്ചു. ഒപ്പം അബിയും തിരികെ പോയി. അവരുടെ ആ പ്രവൃത്തി കണ്ട് എനിക്കെന്തോ വല്ലായ്മ തോന്നി. ഹാളിൽ കുറച്ചുനേരം ഒറ്റയ്ക്ക് നിന്ന ശേഷം ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നു. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരികെ ഹാളിലേക്ക് ചെന്നെങ്കിലും മറ്റു 3 പേരും അവരവരുടെ മുറികളിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നില്ല. കുറച്ചുനേരം കാത്തിട്ടും ആരെയും പുറത്തു കാണാഞ്ഞതുകൊണ്ട് ഞാൻ അബി പാർസൽ വാങ്ങിയിരുന്ന പൊതിയിൽ നിന്നും എനിക്കുള്ള ഭക്ഷണം എടുത്തു കഴിച്ച് തിരികെ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഫോണും എടുത്ത് ഞാൻ കട്ടിലിൽ കയറി കിടന്നു. കിടന്ന പാടെ ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് രാത്രി എപ്പോഴോ ഞാൻ ഒരു കാരണവുമില്ലാതെ ഉറക്കത്തിൽ നിന്നും തനിയെ ഉണർന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുറിക്കുള്ളിൽ നല്ല വെളിച്ചം. അത് കണ്ട് ആദ്യം ഞാനൊന്ന് അമ്പരന്നു. ജനാലകൾക്കൊന്നും കർട്ടനില്ലാത്തതുകൊണ്ട് നിലാവെളിച്ചം മുറിക്കുള്ളിലേക്ക് കടന്നു വന്നതായിരുന്നു അത്. ഞാൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ജനാലയ്ക്കടുത്തേക്ക് ചെന്ന് ഒരു ജനൽപ്പാളി തുറന്ന് പുറത്തേക്ക് നോക്കി. അതിമനോഹരമായ സ്വപ്നതുല്യമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ ഞാൻ കണ്ടത്. വീടിന്റെ ഏറ്റവും പുറകുവശത്തെ മുറിയായിരുന്നു എൻ്റേത്. വീടിന്റെ ആ വശത്തെ അതിർത്തിക്കപ്പുറം ഒരു താഴ്വാരമായിരുന്നു. ഞാൻ ജനാലയിലൂടെ അവിടേക്ക് നോക്കി നിന്നു. മഞ്ഞു പുതച്ചു നിൽക്കുന്ന മലനിരകൾ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നു. അവയ്ക്ക് മുകളിൽ നിലാവെളിച്ചം പൊഴിച്ചുകൊണ്ട് വജ്രശോഭയോടെ തിളങ്ങുന്ന ചന്ദ്രൻ. വലുതും ചെറുതുമായ മേഘങ്ങൾ ഇടയ്ക്കിടെ ചന്ദ്രനെ മറച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് മുറിക്കുള്ളിലേക്ക് വീശിയടിച്ചു. ഞാൻ തണുത്തു ഉറച്ചുപോയി. വേഗം ഞാൻ ജനാലയടച്ച് കുറ്റിയിട്ട് തിരികെ കട്ടിലിൽ വന്ന് കിടന്നു. ആ കാറ്റ് വീശിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ പുറത്തെ കാഴ്ചകളും നോക്കി നേരം വെളുക്കുന്നതുവരെ അവിടെ തന്നെ നിന്നുപോയേനെ. കട്ടിലിൽ കിടന്ന് അധികം വൈകാതെ ഞാൻ ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് അന്ന് രാത്രി വീണ്ടും ഞാൻ ഉറക്കത്തിൽ നിന്നും തനിയെ ഉണർന്നു. ഇപ്രാവശ്യം മുറിക്കുള്ളിൽ അത്രയൊന്നും വെളിച്ചമില്ലായിരുന്നു. ഒരുപക്ഷെ ചന്ദ്രനെ ഏതെങ്കിലും വലിയ മേഘം മറച്ചിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഞാൻ ഉണർന്നത് എന്നാലോചിച്ച് കിടക്കുമ്പോൾ ടെറസിന്റെ മുകളിലൂടെ ആരോ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ആരോ എന്തോ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നതും കേട്ടു. ചിലപ്പോൾ അടുത്ത മുറികളിൽ ഉണ്ടായിരുന്നവരിൽ ആരെയെങ്കിലും ഫോൺ ചെയ്യുന്നതായിരിക്കുമെന്ന് കരുതി ഞാൻ തലവഴി പുതപ്പിട്ട് മൂടി ചുരുണ്ടുകൂടി കിടന്നു. പക്ഷെ എനിക്കെന്തോ ഉറക്കം വന്നില്ല. കട്ടിലിൽ അങ്ങനെ കിടക്കുമ്പോൾ കാലടി ശബ്ദം എൻ്റെ മുറിക്ക് നേരെ മുകളിലെത്തി. അത് മുറിക്കുള്ളിൽ വല്ലാത്ത മുഴക്കമുണ്ടാക്കി. ഇവനൊക്കെ ഒന്ന് പതിയെ നടന്നുകൂടെയെന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ കണ്ണടച്ച് കിടന്നു. കുറച്ചു നേരത്തിന് ശേഷം കാലടി ശബ്ദം ദൂരേക്ക് മറഞ്ഞു. പിന്നീട് വീണ്ടും അതെൻ്റെ മുറിക്ക് മുകളിലേക്ക് വന്നു. ഇത്തവണ അത് കേട്ട് എനിക്ക് ചെറിയ പേടി തോന്നി. മുകളിലൂടെ നടക്കുന്നയാൾ ബൂട്ടിട്ടാണ് നടക്കുന്നത്. കുറേ നേരത്തിന് ശേഷം എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ഉണർന്ന മുറിയിൽ നിന്നും പുറത്തു വന്ന ഞാൻ രാത്രിയിലെ കാര്യം മറ്റു മുറികളിൽ ഉള്ളവരോട് ചോദിക്കാമെന്ന് കരുതിയെങ്കിലും അബി വരുന്നതുവരെ അവരെ ആരെയും പുറത്തു കണ്ടില്ല. സമയം രാവിലെ 8 മണിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അബി വരാൻ കുറച്ച് സമയം കൂടിയുണ്ട്. ഒന്ന് വീടിന്റെ മുകളിൽ പോയി നോക്കിയാലോ എന്ന് കരുതി ഞാൻ പുറത്തേക്ക് നടന്നു. ഞാൻ വീടിന്റെ തെക്കുഭാഗത്തുള്ള ഗോവണിയുടെ അടുത്തേക്ക് ചെന്നു. കുറേ നാളുകളായിട്ട് അവിടേക്ക് ആരും വരാറില്ല എന്ന് അവിടെ മുളച്ചു നിന്നിരുന്ന പുല്ലുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നല്ല മഞ്ഞും തണുപ്പും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കൈകൾ പാൻറിന്റെ പോക്കറ്റിൽ തിരുകി വെച്ച് ഗോവണി കയറി. ടെറസിന്റെ മുകളിലെത്തി എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ ചുറ്റിലും ഒന്ന് നടന്നു നോക്കി. അപ്പോൾ മാത്രമാണ് ഈ വീട് എത്രമാത്രം ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അടുത്തെങ്ങും ഒരു വീട് പോലും കാണാനില്ല. വീടിരിക്കുന്ന പറമ്പിന്റെ മുന്നിലും ഇരുവശങ്ങളിലും റബ്ബറും തേയിലയും ഏലവുമൊക്കെ കൃഷി ചെയ്യുന്ന ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പറമ്പുകളാണ്. പുറകുവശത്താണെങ്കിൽ വിജനമായ താഴ്വാരവും. കാര്യം ശരി, അതൊക്കെ അങ്ങേയറ്റം മനോഹരമായിരുന്നെങ്കിലും ഈ ആൾതാമസമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അത്ര നല്ലതായി എനിക്ക് തോന്നിയില്ല. ഒന്നാമതേ ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. പിന്നെ ഇവിടേക്ക് വരാനുള്ള വഴി, അതിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. രാത്രി ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒന്ന് ടൗണിലേക്ക് പോകാൻ കൂടി ഒരു വഴിയുമില്ല. അവിടെ ഓരോന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ താഴെ ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഞാനുടനെ താഴേക്കിറങ്ങി ജീപ്പിനടുത്തേക്ക് ചെന്നു. ഞാൻ എത്തുന്നതിന് മുന്നേ മറ്റു 3 പേരും ജീപ്പിൽ കയറി കഴിഞ്ഞിരുന്നു. അവർ 3 പേരും പുറകിലെ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ മുന്നിൽ ചെന്ന് അബിയുടെ അടുത്തിരുന്നു. ഞാൻ കയറിയ ഉടനെ അബി ജീപ്പ് മുന്നോട്ടെടുത്തു. ജീപ്പ് വഴിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ രാത്രി കേട്ട കാൽപ്പെരുമാറ്റത്തെക്കുറിച്ച് അവരോട് ചോദിക്കാമെന്ന് കരുതിയത്. പക്ഷേ ജീപ്പിന്റെ കുലുക്കം കാരണം എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല.
വഴിയിലെ ഗർത്തം പോലെയുള്ള കുഴികളിൽ ചാടി ജീപ്പ് ആടി ഉലയുകയാണ്. ഒന്ന് വായ തുറന്നാൽ രാവിലെ കുടിച്ച ഒരു ഗ്ലാസ് വെള്ളം പോലും പുറത്തേക്ക് വരുമെന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം തിരികെ വന്ന ശേഷം ചോദിക്കാമെന്ന് കരുതി ഞാൻ മിണ്ടാതെയിരുന്നു. അന്ന് പകൽ മുഴുവൻ എനിക്ക് ഉറക്കക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച ശേഷം ഞാൻ പണി സൈറ്റിൻ്റെ അടുത്തുള്ള ഒരു ഷെഡിൽ ചെന്ന് കുറച്ചുനേരം കിടന്നുറങ്ങി. വൈകുന്നേരമായപ്പോൾ അബി ജീപ്പുമായി വന്നു. ഞാൻ സൈറ്റിലെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത ശേഷം ജീപ്പിലേക്ക് കയറി. ക്ഷീണം കാരണം ഞാൻ സീറ്റിൽ ചാരി കണ്ണടച്ചിരുന്നു. അബി ജീപ്പ് മുന്നോട്ടെടുത്തു. ജീപ്പിൻ്റെ കുലുക്കം കാരണം എനിക്ക് ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും കണ്ണടച്ചങ്ങനെ ചാരിക്കിടന്നപ്പോൾ ഒരാശ്വാസം തോന്നി. ഞങ്ങൾ താമസിക്കുന്ന വീടെത്തിയപ്പോൾ അബി എന്നെ തട്ടി വിളിച്ചു. ഞാൻ കണ്ണു തുറന്നു. ആ കുലുക്കത്തിനിടയിൽ ഞാൻ ഏതോ ചിന്തകളിൽ മുഴുകിയിരുന്നു പോയതുകൊണ്ട് വീടെത്തിയ കാര്യം ഞാൻ അറിഞ്ഞതേയില്ല. ഞാൻ ജീപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കൂടെയുണ്ടാവാറുള്ള മറ്റു 3 പേരെ കാണാനില്ല എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അവർ എന്തെയെന്ന് ഞാൻ അബിയോട് ചോദിച്ചു. ക്രിസ്മസ് ആയതുകൊണ്ട് 2 ദിവസം അവരുടെ ഓഫീസ് അവധിയാണെന്നും അതുകൊണ്ട് അവരെല്ലാം വൈകുന്നേരം തിരികെ അവരുടെ നാട്ടിലേക്ക് പോയെന്നും അബി പറഞ്ഞു. അത് കേട്ട് ഞാനാകെ സ്തംഭിച്ചുപോയി. അവർ വരുന്നതുവരെ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയണമെന്നാണോ പറയുന്നത്? ഞാൻ അബിയോട് ചോദിച്ചു. എൻ്റെ അവസ്ഥ മനസ്സിലായെങ്കിലും ഈ കാര്യത്തിൽ അവൻ നിസ്സഹായനാണ് എന്ന് അവൻ്റെ നോട്ടത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അബി വേറെ 2 ഫോൺ നമ്പറുകൾ കൂടി എനിക്ക് തന്ന് ജീപ്പിൽ തിരികെ പോയി. ഞാൻ ജീപ്പ് വഴിയിലേക്ക് മറയുന്നത് നോക്കി കുറച്ചുനേരം നിന്നു. ഇരുട്ടു വീണു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം മൂടൽമഞ്ഞും അവിടമാകെ പൊതിയാൻ തുടങ്ങി. മറ്റേതൊരവസരത്തിലായിരുന്നെങ്കിലും അതൊരു മനോഹരമായ അനുഭവമായിരുന്നേനെ. പക്ഷെ ഇപ്പോൾ എനിക്കെന്തോ ഒരു ഉൾഭയമാണ് തോന്നിയത്. ഞാൻ തിരിഞ്ഞ് വീടിന് നേരെ നോക്കി. ലൈറ്റുകളെല്ലാം ഓഫായിരുന്നത് കാരണം അവിടെ കനത്ത ഇരുട്ട് തളം കെട്ടി നിന്നിരുന്നു. അതെന്നെ കൂടുതൽ ഭയപ്പെടുത്തി. ഞാൻ ഓടിച്ചെന്ന് പുറത്തെ ലൈറ്റുകളെല്ലാം ഓൺ ചെയ്ത ശേഷം അകത്തേക്ക് കയറി വാതിലടച്ചു. വീടിനുള്ളിലെ ലൈറ്റുകളും ഓഫായിരുന്നതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്ത് ഹാളിലെ സ്വിച്ച് ബോർഡിനടുത്തെത്തി എല്ലാ ലൈറ്റുകളും ഓൺ ചെയ്തു. അതോടെ വീടിനുള്ളിലും പുറത്തുമെല്ലാം വെളിച്ചം നിറഞ്ഞു. ഞാൻ എൻ്റെ മുറിയിലേക്ക് നടന്നു. ആ സമയം അവിടെയുള്ള അടഞ്ഞുകിടക്കുന്ന ഓരോ മുറികളിലും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. അവയ്ക്കുള്ളിൽ ആരൊക്കെയോ ഉള്ള പോലെ. എല്ലാ മുറികളും പുറത്തുനിന്ന് കുറ്റിയിട്ട് താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. അതൊരാശ്വാസം. ഞാൻ എൻ്റെ മുറിയിൽ കയറി ലൈറ്റ് ഓൺ ചെയ്ത ശേഷം വാതിലടച്ച് കുറ്റിയിട്ടു. ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച ശേഷം ഞാൻ നേരെ ജനാലക്കരികിലേക്ക് ചെന്ന് ഒരു പാളി തുറന്ന് പുറത്തേക്ക് നോക്കി. ചന്ദ്രൻ ഉദിച്ചിട്ടില്ലാത്തതുകൊണ്ടാണോ അതോ ഇനി വല്ല വലിയ മേഘങ്ങൾ വന്ന് മറച്ചതുകൊണ്ടാണോ എന്നറിയില്ല, താഴ്വാരം ഇരുട്ടിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ജനാലയടച്ച് ഞാൻ ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്നു. എന്നിട്ട് ഫോണെടുത്ത് ഹാളിലേക്ക് ചെന്ന് അത്താഴം കഴിക്കാനായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് കനത്ത ഏകാന്തത അനുഭവപ്പെട്ടു. ഈ പരിസരത്തെങ്ങും ഒരു മനുഷ്യൻ പോലുമില്ല. ഭയമാണോ സങ്കടമാണോ അനുഭവപ്പെടുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ വേഗം ഭക്ഷണം കഴിച്ച ശേഷം അതിൻ്റെ വേസ്റ്റുമെടുത്ത് അടുക്കളയിലേക്ക് ചെന്നു. വേസ്റ്റ് അവിടെ വെച്ചിരുന്ന ഒരു ബക്കറ്റിലിട്ട് കൈ കഴുകി തിരികെ നടക്കാൻ നേരമാണ് ഒരു വലിയ ഡബിൾ ഡോർ ഫ്രിഡ്ജ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതിൻ്റെ ശബ്ദത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. ഞാനത് തുറന്നു നോക്കി. അത് കുത്തി നിറച്ച അത്രയും ഭക്ഷണ സാധനങ്ങൾ അതിനകത്തിരിക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടാണോ എല്ലാ ദിവസവും ഈ ഹോട്ടൽ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത്? ഞാൻ അതിനകം ആകെ ഒന്ന് പരിശോധിച്ചു. ഒരാൾക്ക് ഒരാഴ്ചയിൽ കൂടുതൽ ലാവിഷായി കഴിക്കാൻ വേണ്ടതെല്ലാം അതിലുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നും 2 മുട്ടയെടുത്ത് ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഒരു ബുൾസൈ ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് ഒരു കുപ്പിയിൽ നിറച്ചു വെച്ചിരുന്ന പൈനാപ്പിൾ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അതുമെടുത്ത് ഹാളിലേക്ക് നടന്നു. അത്രയും ഭക്ഷണ സാധനങ്ങൾ ഒന്നിച്ചു കണ്ടതിൻ്റെ സന്തോഷം കാരണമാണോ എന്നറിയില്ല, എൻ്റെ ഏകാന്തത മാറിക്കിട്ടി. ഞാൻ ജ്യൂസ് കുറേശ്ശെ കുടിച്ചുകൊണ്ട് ഹാളിലൂടെ വെറുതെ അങ്ങുമിങ്ങും നടന്നു. അപ്പോഴാണ് ഈ വീടിൻ്റെ വലുപ്പം ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ L ആകൃതിയായിരുന്നു വീടിൻ്റെ ഹാളിന്. ഞങ്ങൾ 4 പേരും താമസിക്കുന്ന മുറികൾ കൂടാതെ വേറെയും 5 മുറികൾ കൂടി വീടിനുണ്ടായിരുന്നു. അവ തുറന്നിട്ട് കാലങ്ങളോളമായി എന്ന് അവയുടെ വാതിലുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന മാറാലിയും പൊടിയും വിളിച്ചോതി. ഞാൻ അവിടമെല്ലാം ആകെ ഒന്ന് കണ്ണോടിച്ചു. ശരിക്കും ഒരു പഴമയുടെ ഗന്ധം എങ്ങും തളം കെട്ടി നിന്നിരുന്നു. അത് പക്ഷേ ഒരു നാട്ടിൻപുറത്ത് അനുഭവപ്പെടുന്നത് പോലെയായിരുന്നില്ല, മറിച്ച് പണ്ടെങ്ങോ പ്രതാപം നഷ്ടപ്പെട്ട ഒരു പ്രൗഢഗാംഭീര്യത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. സമ്പത്തിലും സമൃദ്ധിയിലും ആരൊക്കെയോ ഏതോ കാലത്ത് ഈ വീട്ടിൽ താമസിച്ചിരുന്നിരിക്കണം. ഇതൊരു ഇന്ത്യൻ നിർമ്മിതിയല്ല എന്നുറപ്പാണ്. ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ നിർമ്മിച്ചതായിരിക്കും.
അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണാനുമുണ്ടായിരുന്നു. ഹാളിലെ ഓരോ മൂലകളിലും ഒരാൾ പൊക്കത്തിൽ റാന്തൽ വിളക്കുകൾ ഘടിപ്പിച്ചിരുന്നു. വീട് വൈദ്യുതീകരിക്കുന്നതിനു മുമ്പ് ഇവിടെ പ്രകാശം ചൊരിഞ്ഞിരുന്നത് അവയായിരുന്നിരിക്കണം. ഞാൻ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് തിരികെ നടന്ന് എൻ്റെ മുറിയിലെത്തി. പിന്നെ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ കട്ടിലിൽ കയറി ഉറങ്ങാൻ കിടന്നു. നല്ല തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പുതച്ചു മൂടിയായിരുന്നു കിടന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. കുറെ കഴിഞ്ഞ് ഞാൻ തലേ ദിവസത്തേതുപോലെ തനിയെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ മുറിക്കുള്ളിൽ നല്ല വെളിച്ചം. ഞാൻ കമ്പിളി കൊണ്ട് പുതച്ചുമൂടി ജനാലയ്ക്കരികിൽ ചെന്ന് അതിൻ്റെ ഒരു പാളി തുറന്നു. മഞ്ഞു പുതച്ചു നിൽക്കുന്ന അതിമനോഹരമായ താഴ്വാരം വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ കണ്ണുകൾക്ക് കുളിർമയേകി. ആകാശത്ത് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് പൂർണ്ണചന്ദ്രൻ. രാത്രി സഞ്ചാരികളായ ഏതോ പക്ഷിക്കൂട്ടങ്ങൾ ഇടയ്ക്കിടെ ചന്ദ്രനു കുറുകെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കി നിൽക്കെ താഴ്വാരത്തിൽ എവിടെ നിന്നോ കനത്ത മൂടൽമഞ്ഞ് ഉയർന്നു വന്നു. അത് പതിയെ താഴ്വാരത്തെ മറച്ചു. പിന്നെ അത് കുറെ കൂടി ഉയരത്തിലെത്തി വീടിരിക്കുന്ന പറമ്പിലേക്ക് വ്യാപിച്ചു. വല്ലാത്തൊരു മാസ്മരിക കാഴ്ചയായിരുന്നു അത്. പെട്ടെന്ന് പറമ്പിന്റെ ഇരുട്ടുകുത്തി നിന്നിരുന്ന ഭാഗത്ത് ആരോ അനങ്ങിയ പോലെ എനിക്ക് തോന്നി. അറിയാതെ ഞാനൊന്ന് ഞെട്ടിപ്പോയി. എങ്കിലും ഉടനെ ഞാൻ മുറിയിലെ മാസ്റ്റർ സ്വിച്ച് കണ്ടെത്തി അത് ഓൺ ചെയ്തു. അതോടെ വീടിനുള്ളിലും പുറത്തും പ്രകാശം പരന്നു. ഞാൻ വീണ്ടും ജനാലക്കരികിൽ ചെന്ന് അനക്കം തോന്നിയ ഭാഗത്തേക്ക് നോക്കി. മൂടൽമഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ അത്ര വ്യക്തമായിരുന്നില്ല. എങ്കിലും അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണമൊന്നുമില്ലായിരുന്നു. ചിലപ്പോൾ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കുമെന്ന് കരുതി ഞാൻ ജനാലയടച്ച് മാസ്റ്റർ സ്വിച്ചും ഓഫ് ചെയ്ത് തിരികെ കട്ടിലിൽ വന്ന് കിടന്നു. ഒന്ന് കണ്ണടച്ച് വന്നപ്പോഴേക്കും തലേന്ന് കേട്ടതുപോലെ ടെറസിന്റെ മുകളിലൂടെ ആരോ ബൂട്ടിട്ട് നടക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് പോയി. എൻ്റെ കൈകാലുകൾ വിറച്ചു. ഈ പരിസരത്ത് എന്നെ കൂടാതെ ആരൊക്കെയോ ഉണ്ട്. മുറിക്കുള്ളിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്ര വെളിച്ചമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് തെളിച്ച് മാസ്റ്റർ സ്വിച്ചിനടുത്തെത്തി അത് ഓൺ ചെയ്തു. പക്ഷേ ഇത്തവണ ബൾബുകളൊന്നും തെളിഞ്ഞില്ല. ഒരുപക്ഷെ കറണ്ട് പോയിട്ടുണ്ടായിരിക്കും. അതോടെ എൻ്റെ ഭയം വർദ്ധിച്ചു. എന്തു ചെയ്യണം? മുകളിൽ ഇപ്പോഴും കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ട്. നടന്നു നടന്ന് ആ ശബ്ദം എൻ്റെ മുറിയുടെ നേരെ മുകളിലെത്തി. അത് കേട്ട് എൻ്റെ കാലുകൾ വിറച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉടനെയൊന്നും കറണ്ട് വരാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് എനിക്ക് തോന്നി. മുറിക്കുള്ളിൽ ഫോണിന് റേഞ്ച് കുറവായിരുന്നതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ മുറിയുടെ പുറത്തേക്ക് നടന്നു. ഹാളിന്റെ ഒരറ്റത്തെത്തിയപ്പോൾ സിഗ്നൽ വന്നു. ഞാൻ അബിയെ ഫോൺ ചെയ്ത് നോക്കി. 2 തവണ ഫുൾ റിംഗ് ചെയ്തെങ്കിലും അബി ഫോൺ എടുത്തില്ല. അതോടെ ഞങ്ങൾക്ക് കോൺട്രാക്ട് തന്ന തേയിലത്തോട്ടത്തിന്റെ മുതലാളിയെ ഞാൻ വിളിച്ചു നോക്കി. പക്ഷേ അയാൾക്ക് കോൾ പോയതുപോലുമില്ല. തീർത്തും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് തള്ളിയ അയാളോട് എനിക്ക് വെറുപ്പും ദേഷ്യവും തോന്നി. ഇക്കാര്യത്തിൽ അബിയെ കുറ്റം പറയാൻ കഴിയില്ല. അവൻ അയാളുടെ ജോലിക്കാരൻ മാത്രമാണ്. അയാൾ പറയുന്നതനുസരിക്കുകയല്ലാതെ അവന് വേറെ വഴിയൊന്നുമില്ല. ഇവിടെ വീടിന് മുകളിലും പറമ്പിലും ആരൊക്കെയോ ഉണ്ടെന്നും അത്യാവശ്യമായി ഒന്നിവിടേക്ക് വരണമെന്നും പറഞ്ഞ് ഞാൻ അബിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടു. നേരത്തെ ജനാലയിലൂടെ കണ്ടതുപോലെ തോന്നിയ ആൾ തന്നെയാണോ മുകളിലൂടെ നടക്കുന്നത്, അതോ അത് വേറെ ആരെങ്കിലുമാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ വീണ്ടും കാലടി ശബ്ദം മുകളിലൂടെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത് കേട്ടു. എന്തു ചെയ്യണം? മുകളിലേക്ക് പോയി നോക്കണോ അതോ നേരം വെളുക്കുന്നത് വരെ വീടിനുള്ളിൽ തന്നെ ഇരുന്നാൽ മതിയോ? പുറത്ത് എത്ര പേരുണ്ടെന്നറിയില്ല. വെറുതെ ചെന്ന് നോക്കി പണി വാങ്ങേണ്ട. ഞാൻ തിരിച്ചു മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിലിനടുത്തെത്തി ഞാനൊന്ന് നിന്നു. മുറിയിൽ നിന്നും ഹാളിലേക്ക് വന്ന സമയം ഞാൻ വാതിൽ പുറത്തുനിന്നും കുറ്റിയിട്ടിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെ ഇരിക്കുന്നുമുണ്ട്. പക്ഷേ മുറിക്കുള്ളിൽ ആരോ ഉള്ള പോലെ ഒരു തോന്നൽ. മുറിക്കുള്ളിൽ ചെറിയ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ചെവി വാതിലിനോട് ചേർത്ത് വെച്ചു. പെട്ടെന്ന് വാതിലിന് തൊട്ടപ്പുറത്തു നിന്നും ആരോ ദീർഘശ്വാസം വലിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ ഞെട്ടി 2 ചുവട് പുറകോട്ട് വെച്ചുപോയി. ഉള്ളിൽ ആരോ ഉണ്ട്. പക്ഷേ അതെങ്ങനെ? ഞാൻ മുറി പുറത്തുനിന്നും കുറ്റിയിട്ടതാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെ ഉണ്ട് താനും. മാത്രമല്ല ഞാൻ വാതിലിനടുത്തു നിന്നും അധികം ദൂരേക്കൊന്നും പോയിട്ടുമില്ല. ഇനി ഞാൻ വരുന്നതിന് മുന്നേ ആരെങ്കിലും മുറിയിൽ കയറി ഒളിച്ചിരുന്ന് കാണുമോ? എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഞാൻ മെല്ലെ കുറ്റി തുറന്ന് വാതിൽ അകത്തേക്ക് തള്ളി നോക്കി. പക്ഷെ അത് ഉള്ളിൽ നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. അതോടെ എൻ്റെ ഭയം വർദ്ധിച്ചു. ആരോ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അല്ലാതെ ഇത്ര കൃത്യമായി ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടാൻ കഴിയില്ല. ഇനി എന്തു ചെയ്യും? അകത്തേക്ക് കയറാനോ പുറത്തേക്ക് ഇറങ്ങാനോ കഴിയാത്ത അവസ്ഥ. പുറത്തേക്ക് വേണമെങ്കിൽ ഇറങ്ങാം, പക്ഷേ അതത്ര സുരക്ഷിതമല്ല. അവിടെ എങ്ങനെ നിൽക്കുമ്പോൾ അടുക്കളയുടെ ഇരുട്ടിൽ എന്തോ അനങ്ങുന്നത് ഞാൻ കണ്ടു.
പേടിച്ചു പോയ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഹാളിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കോടി. മുന്നിലെ പുൽമേട്ടിലെത്തിയാണ് ഞാൻ ആ ഓട്ടം നിർത്തിയത്. വീടിനകത്തു നിന്നും പുറത്തേക്ക് കടന്നത് ഞാൻ തണുപ്പ് കാരണം വിറങ്ങലിച്ചുപോയി. ഇനിയെന്ത്? എവിടേക്കാണ് പോകേണ്ടത്? മുന്നിലുള്ള വഴിയിലൂടെ നേരെ അങ്ങ് നടന്നാലോ? അടുത്ത ജംഗ്ഷനിലേക്ക് വേണമെങ്കിൽ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ തണുപ്പത്ത് അത്രയും ദൂരം പോലും നടക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. കനത്ത ഇരുട്ടിൽ തണുപ്പ് കാരണം ഞാൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. നിലാവ് പോയിട്ട് ആകാശത്ത് ചന്ദ്രനുള്ളതിൻ്റെ ഒരു ലക്ഷണം പോലും കാണുന്നില്ല. ചന്ദ്രനെ ഏതെങ്കിലും വലിയ മേഘം മറച്ചു കാണും. ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചമാണെങ്കിൽ മൂടൽമഞ്ഞ് കാരണം എങ്ങും എത്തുന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് 4 ചുറ്റിലേക്കും ലൈറ്റ് തിരിച്ചു നോക്കി. ഇല്ല, ഒന്നും കാണുന്നില്ല. എങ്ങും മൂടൽമഞ്ഞ് മാത്രം. ഞാനിപ്പോൾ വീടിന്റെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത് എന്ന് പോലും എനിക്കറിയാൻ കഴിഞ്ഞില്ല. ഞാൻ താഴേക്ക് ലൈറ്റ് തെളിച്ചു നോക്കി. നിലത്തെ പച്ചപ്പുല്ലുകൾ ചെറുതായിട്ട് കാണാമെന്ന് മാത്രം. അവയിൽ പറ്റിപ്പിടിച്ചിരുന്ന മഞ്ഞുതുള്ളികൾ ഫ്ലാഷിന്റെ വെളിച്ചത്തിൽ മുത്തുകൾ പോലെ തിളങ്ങി. ഞാൻ അല്പം കുനിഞ്ഞു നിന്ന് താഴേക്കടുപ്പിച്ച് ലൈറ്റ് തെളിച്ച് എങ്ങോട്ടെന്നില്ലാതെ നടന്നു. ഒന്നുകിൽ ഞാൻ വീടിന്റെ അടുത്തെത്തും, അല്ലെങ്കിൽ മതിൽക്കെട്ടിനടുത്ത്. ആ പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. കുറച്ചു ദൂരം നടന്ന ഞാൻ വീടിന്റെ തെക്കുഭാഗത്തെ ഗോവണിയുടെ അടുത്തെത്തി. ഒന്ന് മുകളിലേക്ക് കയറി നോക്കിയാലോ? ശ്രദ്ധിച്ചു വേണം കയറാൻ. കാരണം എനിക്ക് തൊട്ടുമുന്നിലുള്ള ഒരു പടി മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ പടിയിലേക്ക് കാലെടുത്തു വെച്ചു. അങ്ങനെ ഞാൻ ഓരോ പടികളായി മെല്ലെ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. മുകളിലെത്താറായപ്പോൾ ഞാൻ മുറിക്കുള്ളിൽ വെച്ച് കേട്ട കാലടി ശബ്ദം വീണ്ടും കേട്ടു. വേഗം ഫ്ലാഷ് ഓഫ് ചെയ്ത് ഞാൻ ഫോൺ പാൻറിന്റെ പോക്കറ്റിലിട്ട് കൈകൊണ്ട് തപ്പി നോക്കി പടിക്കെട്ട് കയറി ടെറസിന്റെ മുകളിലെത്തി. അവിടെ നിൽക്കുമ്പോൾ കുറച്ചു മുന്നിലായി കാലടി ശബ്ദം അകന്നു പോകുന്നത് കേട്ടു. ഞാൻ വിറച്ച് വിറച്ച് അവിടെ നിന്നു. അതാരാണെന്നോ എന്തിനു വന്നതാണെന്നോ ഒന്നും അറിയില്ല. ഫ്ലാഷ് അടിച്ചാൽ മഞ്ഞ് കാരണം അയാളെ കാണുകയുമില്ല. ഞാൻ കനത്ത ഇരുട്ടിൽ ഓരോ കാൽച്ചുവടിനും കാതോർത്ത് നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ശബ്ദം ഞാൻ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു. അതെ, അതെന്റെ നേരെ തന്നെയാണ് വരുന്നത്. ഞാൻ തയ്യാറായി നിന്നു. എങ്കിലും അടുത്തേക്ക് വരുന്ന ഓരോ കാൽച്ചുവടും എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. അതെന്റെ അടുത്തെത്താറായിരിക്കുന്നു. ആ സമയം എൻ്റെ ദേഹത്തെ രോമങ്ങൾ മുഴുവനും ഒരു കാരണവുമില്ലാതെ എഴുന്നേറ്റ് നിന്നു. അതെന്നെ കൂടുതൽ പരിഭ്രാന്തനാക്കി. കാലടി ശബ്ദം എൻ്റെ തൊട്ടുമുന്നിൽ ഒരു കയ്യകലത്തിലെത്തി. ഞാനുടനെ ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ആ നിമിഷം ഞാൻ ഭയന്ന് വിറച്ചുപോയി. മുന്നിൽ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ കാലടി ശബ്ദം എന്നെയും കടന്ന് എൻ്റെ പുറകിലേക്ക് പോയി. ഞാൻ പേടിച്ചു തിരിഞ്ഞ് അവിടേക്കും ലൈറ്റ് തെളിച്ചു നോക്കി. ഇല്ല, ആരുമില്ല. വെറും കാലടി ശബ്ദം മാത്രം. ഇപ്പോൾ വീണ്ടും അതെൻ്റെ നേരെ വരികയാണ്. ഞാൻ വിറച്ച് വിറച്ച് താഴേക്ക് ഫ്ലാഷ് തെളിച്ചു നോക്കി. വെറും ശബ്ദം മാത്രം, അല്ലാതെ ആരുമില്ല. കാലടി ശബ്ദം എൻ്റെ തൊട്ടടുത്തെത്തി. ആ സമയം വീണ്ടും എൻ്റെ രോമങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് നിന്നു. ഭയം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ ഗോവണിയിലൂടെ തപ്പിത്തടഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ താഴേക്കിറങ്ങി. താഴെയെത്തി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുമ്പോൾ കുറച്ചു മുന്നിൽ നിന്നും ഒരു നായയുടെ മുരൾച്ച കേട്ടു. ആ മുരൾച്ചയിൽ നിന്ന് തന്നെ അത് സാമാന്യം വലുപ്പമുള്ള ഒന്നായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. ആ ശബ്ദം എൻ്റെ അടുത്തേക്ക് വരികയാണ്. തിരികെ മുകളിലേക്ക് കയറാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ ഫ്ലാഷ് ലൈറ്റ് നേരെ മുന്നിലേക്ക് നീട്ടി നോക്കി. അതിൻ്റെ വെളിച്ചം മുമ്പത്തേതുപോലെ എങ്ങുമെത്താതെ മൂടൽമഞ്ഞിൽ തങ്ങി നിന്നു. എൻ്റെ കുറച്ചു മുന്നിലായി എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് മൂടൽമഞ്ഞിനകത്തു നിന്നും ഫ്ലാഷിൻ്റെ വെളിച്ചത്തിലേക്ക് ഭീമാകാരനായ ഒരു നായ പ്രത്യക്ഷപ്പെട്ടു. അസാധാരണമായിരുന്നു അതിൻ്റെ വലുപ്പം. ആദ്യം അതിനെ കണ്ടപ്പോൾ ഒരു പശുവിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും വലുപ്പമുണ്ടായിരുന്നു അതിന്. കൂർത്ത പല്ലുകൾ പുറത്തേക്ക് കാട്ടി മുരണ്ടുകൊണ്ട് അതെൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഞാൻ മെല്ലെ പുറകോട്ട് ചുവടുകൾ വെച്ചു. എന്നെ കടിച്ചു കീറാനുള്ള ആർത്തി അതിൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു. എന്നിട്ടും പക്ഷേ അതിൻ്റെ തലയും കഴുത്തുമല്ലാതെ അതിൻ്റെ ഉടൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. 5 അടി 7 ഇഞ്ച് പൊക്കമുള്ള എൻ്റെ നാഭിക്ക് നേരെയായിരുന്നു അതിൻ്റെ തല നിന്നിരുന്നത്. ഒന്ന് കുതിച്ചു ചാടിയാൽ എൻ്റെ കഴുത്തോ തലയോ അതിൻ്റെ വായ്ക്കകത്താവും. പുറകോട്ട് നീങ്ങിയ ഞാൻ ഗോവണിയുടെ പടിയിൽ തട്ടി നിന്നു. അതോടെ ആ നായ, അല്ല, ആ ഭീകരജന്തു കൂടുതലടുത്തേക്ക് വന്നു. വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ പുറംതിരിഞ്ഞ് തന്നെ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. 3 പടികൾ മുകളിലേക്ക് കയറിയതും ആരോ താഴേക്ക് ഇറങ്ങി വരുന്ന കാലടി ശബ്ദം കേട്ടു. ഒപ്പം ആ ജന്തുവും മുകളിലേക്ക് കയറാൻ തുടങ്ങി. ചെകുത്താനും കടലിനും നടുക്ക് എന്ന അവസ്ഥയിലായി ഞാൻ. മുകളിലേക്ക് തന്നെ കയറാം. നേരത്തെ ടെറസിന്റെ മുകളിൽ കയറിയിട്ടും കാലടി ശബ്ദം കേട്ടതല്ലാതെ വേറെയൊന്നും സംഭവിച്ചില്ലല്ലോ.
ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഒരു ചുവട് കൂടി മുകളിലേക്ക് വെച്ചു. അടുത്ത നിമിഷം പുറകിൽ നിന്നും ഏതോ ഒരു അജ്ഞാത ശക്തി എന്നെ താഴേക്ക് തള്ളിയിട്ടു. ഞാൻ പുൽമേട്ടിലേക്ക് കമഴ്ന്നടിച്ചു വീണു. ഫോൺ എൻ്റെ കയ്യിൽ നിന്നും ദൂരേക്ക് തെറിച്ചുപോയി. ഉടനെ മൂർച്ചയേറിയ എന്തോ ചിലത് എൻ്റെ തോളിൽ ആഴ്ന്നിറങ്ങുന്നത് ഞാൻ അറിഞ്ഞു. വേദന കൊണ്ട് ഞാൻ ഉറക്കെ നിലവിളിച്ചു. ആ ഭീകരജീവി എൻ്റെ തോളിൽ കടിച്ചു വലിക്കുകയാണ്. ഒന്ന് കുതറാൻ ശ്രമിച്ച എൻ്റെ മാംസത്തിനുള്ളിലേക്ക് അതിൻ്റെ പല്ലുകൾ കൂടുതൽ ആഴ്ന്നിറങ്ങി. അതെന്നെ തോളിൽ കടിച്ചു വലിച്ച് എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ വേഗത കാരണം എനിക്കൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. കുറേ ദൂരം കടിച്ചു വലിച്ചു കൊണ്ടുപോയി അതെന്നെ എവിടെയോ കൊണ്ടിട്ടു. എൻ്റെ ദേഹം മുഴുവൻ വേദനിച്ചു. എവിടെയാണെത്തിയത് എന്നൊന്നും അറിയില്ലെങ്കിലും വലിച്ചിഴക്കൽ നിന്നത് എനിക്ക് ആശ്വാസകരമായി. ഞാൻ നിലത്തു നിന്നും കൈകൾ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും എൻ്റെ തൊട്ടടുത്തു നിന്നും വീണ്ടും മുരൾച്ച കേട്ടു. ഒപ്പം പുൽമേട്ടിലൂടെ ആരോ നടന്നു വരുന്ന ശബ്ദവും. എന്തു ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലായിരുന്നെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൽ ഞാൻ ചാടി എഴുന്നേറ്റ് ദിശയറിയാതെ എങ്ങോട്ടെന്നില്ലാതെ ഓടി. കനത്ത ഇരുട്ട് കാരണം എനിക്കൊന്നും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നെ കടിച്ചു വലിച്ച ആ ഭീകര സത്വത്തിൽ നിന്നും പരമാവധി ദൂരെ എത്തുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ ആവും വിധം വേഗത്തിലോടി. കുറച്ചു ദൂരം നല്ല വേഗത്തിലോടിയ ഞാൻ ഒരു ചുമരിലോ മറ്റോ ചെന്നിടിച്ച് പുറകോട്ട് മറിഞ്ഞു വീണു. എൻ്റെ തല പൊളിയുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു നിമിഷത്തേക്ക് എൻ്റെ ബോധം മിന്നിമറഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം തന്നെ ഞാൻ ജാഗരൂകനായി. കാരണം എൻ്റെ പുറകിൽ എവിടെ നിന്നോ ഒരു മുരൾച്ച കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് മുന്നിൽ കൈകൾ കൊണ്ട് പരതി നോക്കി. അത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ചുമറാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിൽ കൈകൾ ചേർത്ത് അകത്തേക്കുള്ള വാതിൽ അന്വേഷിച്ച് നടന്നു. അധിക സമയം വേണ്ടി വന്നില്ല എനിക്കത് കണ്ടെത്താൻ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ നേരം അടയ്ക്കാൻ വിട്ടുപോയ വാതിലിൻ്റെ നേർത്ത വിടവിലൂടെ ഉള്ളിലെ ബൾബിൻ്റെ പ്രകാശം മൂടൽമഞ്ഞിലൂടെ അധിക ദൂരം എത്താനാവാതെ തങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ കരണ്ട് വന്നു കാണും. ഞാൻ പ്രതീക്ഷയോടെ ഓടിച്ചെന്നകത്തേക്ക് കയറി വാതിലടച്ചു കുറ്റിയിട്ടു. അടുത്ത നിമിഷം വീണ്ടും കരണ്ട് പോയി. ഞാൻ വീണ്ടും ഇരുട്ടിലായി. പക്ഷെ പുറത്തെ തണുപ്പ് അകത്തില്ല. അത് വലിയൊരാശ്വാസം. ഞാൻ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തു. ശരീരം ആസകലം വേദനിക്കുന്നു. ഞാൻ അറിയാതെ മുന്നോട്ട് കുനിഞ്ഞുപോയി. നേരം വെളുക്കുന്നതുവരെ ഇവിടെ തന്നെ നിൽക്കാം. ഞാൻ വാതിലിനരികിൽ നിന്നും ഒരു വശത്തേക്ക് മാറി നിന്നു. കുറച്ചു നേരം അവിടെ നിന്നിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അതോടെ ക്ഷീണിച്ച് അവശനായിരുന്ന ഞാൻ ചുമരിൽ ചാരി നിലത്തേക്കിരുന്നു. പതിയെ എൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. ഞാൻ തല ചുമരിനോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു. ഉടനെ അവിടമാകെ പ്രകാശത്താൽ നിറഞ്ഞു. ഞാൻ നിലത്തു നിന്നും ചാടി എഴുന്നേറ്റു. ആദ്യം എൻ്റെ കണ്ണിൽപ്പെട്ടത് തൊട്ടു മുന്നിലെ ഒരു ബൾബായിരുന്നു. അത് കത്തുന്നില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ എവിടെ നിന്നുമാണ് വെളിച്ചം വരുന്നത്? പരിഭ്രാന്തനായ ഞാൻ അവിടമാകെ ഒന്ന് നിരീക്ഷിച്ചു. ചുമരുകളിൽ ഉറപ്പിച്ചിരുന്ന റാന്തൽ വിളക്കുകളിൽ നിന്നുമായിരുന്നു പ്രകാശം വന്നുകൊണ്ടിരുന്നത്. അതോടെ എൻ്റെ നെഞ്ചിടിപ്പ് വീണ്ടും വർദ്ധിച്ചു. ഇത്ര പെട്ടെന്ന് ആരാണ് ഇതിനെല്ലാം തീ കൊളുത്തിയത്? ഒന്നും മനസ്സിലാവാതെ ഞാൻ വിറച്ചു നിന്നു. പെട്ടെന്ന് എൻ്റെ തൊട്ടുപുറകിൽ നിന്നും വലിയൊരു മുരൾച്ച കേട്ടു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ ആ ഭീമാകാരനായ നായ നിൽക്കുന്നു. ഒരു നിമിഷത്തേക്ക് എൻ്റെ ശ്വാസം നിലച്ചുപോയി. ആ സമയം ഹാളിൻ്റെ മറുകോണിൽ നിന്നും ആരുടെയോ സംസാരം കേട്ടു. ഇത്തവണ അത് കൂടുതൽ വ്യക്തമായിരുന്നു. അത് മലയാളമായിരുന്നില്ല. ആ ശബ്ദം കേട്ടിട്ടാണ് എന്ന് തോന്നുന്നു ആ നായ അവിടേക്ക് ഓടിപ്പോയി. ഭയന്നു വിറച്ചിരിക്കുകയായിരുന്നെങ്കിലും അവിടെ എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ ആ നായ പോയ വഴിയെ നടന്നു. എൽ ആകൃതിയിലുള്ള ഹാളിൻ്റെ ഒരു കോണിലെത്തി ഞാൻ മറുഭാഗത്തേക്ക് തല നീട്ടി നോക്കി. അവിടെ കുറച്ചു മുന്നിലായി എനിക്ക് പുറംതിരിഞ്ഞ് ആരോ ഒരാൾ മേശപ്പുറത്തേക്ക് നോക്കി തല കുനിച്ചു നിൽക്കുന്നത് കണ്ടു. അയാൾ എന്തോ ചെയ്യുകയാണ്. ഞാൻ അയാളെ ആകെയൊന്ന് നിരീക്ഷിച്ചു. അയാൾ ഒരു ഇന്ത്യക്കാരനല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിക്കാറുണ്ടായിരുന്ന തരം വേഷവിധാനങ്ങളായിരുന്നു അയാളുടേത്. നീണ്ട ചെമ്പൻ തലമുടിയുള്ള അയാൾ ബൂട്ടാണ് ധരിച്ചിരുന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. അയാളുടെ തൊട്ടടുത്തായി ആ നായ ആർത്തിയോടെ മേശപ്പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. അതിൻ്റെ വായിൽ നിന്നും ഉമിനീർ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം അയാൾ നിവർന്നു നിന്ന് മേശപ്പുറത്തു നിന്നും വലിയൊരു തുകൽ സഞ്ചി പോലെ തോന്നിക്കുന്ന ഒരു കെട്ടും കയ്യിലെടുത്ത് തിരിഞ്ഞു നടന്നു. അയാൾ കാണാതിരിക്കാനായി ഞാൻ പെട്ടെന്ന് തല പിൻവലിച്ചു. അയാൾ നടന്ന് എൻ്റെ തൊട്ടടുത്തെത്തി. ആ സമയം എൻ്റെ ദേഹത്തെ രോമങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് നിന്നു. പക്ഷേ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അയാൾ ആ ഭാണ്ഡക്കെട്ടും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. സാമാന്യം നല്ല ഭാരം അതിനുണ്ട് എന്ന് അയാളുടെ നടത്തത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി.
അതിൽ നിന്നും താഴേക്ക് രക്തത്തുള്ളികൾ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. അയാളുടെ പുറകെ നടന്നിരുന്ന നായ ഇടയ്ക്കിടെ നിന്ന് ആർത്തിയോടെ അത് നക്കിക്കുടിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കണ്ട് പേടിച്ചു വിറച്ചുപോയ ഞാൻ ചുമരിനോട് ചേർന്ന് നിന്നു. ഹാളിൻ്റെ വാതിൽ തുറന്ന് അയാൾ പുറത്തേക്ക് നടന്നു. തൊട്ടുപുറകെ ആ നായയും. അടുത്ത നിമിഷം റാന്തൽ വിളക്കുകൾ തനിയെ അണഞ്ഞു. അവിടമാകെ വീണ്ടും ഇരുട്ടിൽ മുങ്ങി. എന്താണിതെല്ലാം? ഞാൻ വല്ല സ്വപ്നവും കാണുകയാണോ? സത്യത്തിൽ ഞാനിപ്പോൾ എവിടെയാണ്? എനിക്ക് വല്ല അതിഭ്രമവും ബാധിച്ചതാണോ? ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. കനത്ത ഇരുട്ടിൽ കുറച്ചു നേരം ഞാൻ പകച്ചു നിന്നു. പിന്നെ ഞാൻ ചുമരിൽ പരതി കുറച്ചു മുന്നേ കണ്ട സോഫ ലക്ഷ്യമാക്കി നടന്നു. ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ച ശേഷം ഒരു ഊഹം വെച്ച് ചുമരിലെ പിടിവിട്ട് ഞാൻ സോഫ കിടന്നിരുന്നു എന്ന് തോന്നിയ ഭാഗത്തേക്ക് നീങ്ങി. പക്ഷേ എൻ്റെ ഊഹം തെറ്റിയെന്ന് തോന്നുന്നു. ഞാൻ പ്രതീക്ഷിച്ചിടത്ത് അതുണ്ടായിരുന്നില്ല. അതോടെ ഞാൻ വീണ്ടും ചുമരിന് നേരെ തിരിഞ്ഞു. പക്ഷേ ആ ചുമരും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കനത്ത ഇരുട്ടാണ്. അല്പമെങ്കിലും സുരക്ഷിതമെന്ന് തോന്നുന്ന എവിടെയെങ്കിലും നേരം പുലരുന്നതുവരെ കഴിച്ചുകൂട്ടാം എന്ന ചിന്തയിൽ ഞാൻ കൈനീട്ടിപ്പിടിച്ച് ചുറ്റിലും പരതി നടന്നു. എന്നാൽ ചുമരോ സോഫയോ പോയിട്ട് ആ ഹാളിനുള്ളിൽ ഉണ്ടായിരുന്ന ഒന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഇരുട്ടിൽ എവിടെയെന്നറിയാതെ പരിഭ്രമത്തോടെ മെല്ലെ ചുവടുവെച്ച് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഹാളിനുള്ളിൽ തന്നെയല്ലേ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം തോന്നാൻ തുടങ്ങി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സംശയം മാറി. ഞാൻ അന്വേഷിച്ച് നടന്ന സോഫയിൽ എൻ്റെ കാല് തട്ടി. അതോടെ എനിക്ക് ആശ്വാസമായി. ഞാൻ മെല്ലെ മുന്നോട്ട് കുനിഞ്ഞ് അതിൻ്റെ അരികുകളിൽ പരതി ഇരിക്കാനുള്ള വശത്തെത്തി. എന്നിട്ട് ഇരിക്കുന്നതിനു വേണ്ടി കൃത്യസ്ഥലം കണ്ടെത്താനായി ഞാൻ ഇരിപ്പിടത്തിലുമൊന്ന് പരതി നോക്കി. ഞാൻ നടുങ്ങി വിറച്ചുപോയി. അതിൽ ആരോ ഒരാൾ കിടക്കുന്നു. അയാളുടെ മുഖത്തായിരുന്നു എൻ്റെ കൈകൾ പതിച്ചത്. ഒരു ഞെട്ടലോടെ ഞാൻ പുറകോട്ട് നീങ്ങി. ആരാ? ഞാൻ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. പക്ഷേ മറുപടി വന്നില്ല. ഞാൻ ഒരു തവണ കൂടി ചോദിച്ചു നോക്കി. ഇല്ല, ഒന്നുമില്ല. എൻ്റെ നെഞ്ചെടുപ്പിൻ്റെ ശബ്ദമൊഴിച്ചാൽ അവിടം പൂർണ്ണ നിശബ്ദമായിരുന്നു. ഒരിക്കൽ കൂടി അതിൽ ചെന്ന് തൊട്ടുനോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മെല്ലെ പുറകോട്ട് ചുവടുവെച്ച് നീങ്ങിക്കൊണ്ടിരുന്നു. ഇവിടെ ഈ ഇരുട്ടിനുള്ളിൽ ആരൊക്കെയോ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ഒരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ പുറംതിരിഞ്ഞ് വീണ്ടും കൈകൾ മുന്നോട്ട് നീട്ടി ചുമരിനായി പരതി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊരു ചുമർ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ വിശാലമായ ഹാളിനുള്ളിൽ എവിടെയെന്നറിയാതെ ഞാൻ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവനെ പോലെ നിന്നു. പെട്ടെന്ന് എനിക്ക് പുറകിൽ നേർത്ത ഞരക്കത്തോടെ ഏതോ മുറിയുടെ വാതിൽ തുറന്നു. എൻ്റെ മുട്ടുകൾ കൂട്ടിയിടിച്ചു. മുറിക്കുള്ളിൽ തറയിൽ ആരുടെയോ നഗ്നപാദങ്ങൾ പതിയുന്ന ശബ്ദം ഞാൻ കേട്ടു. വളരെ പതിയെ അത് നടന്ന് എൻ്റെ തൊട്ടുപുറകിലെത്തി നിന്നു. ആരാ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും തൊണ്ടയിൽ നിന്നും ഒച്ച പുറത്തു വന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കി. ആരാ? എൻ്റെ തൊണ്ടയിൽ നിന്നും പതിഞ്ഞ ശബ്ദത്തിൽ വിറയലോടെ ആ ചോദ്യം പുറത്തു വന്നു. എൻ്റെ തൊട്ടുപുറകിൽ അയാളുടെ ഞരക്കം ഞാൻ കേട്ടു. എന്നോട് വളരെ ചേർന്നാണ് അയാൾ നിൽക്കുന്നത് എന്ന് ആ ശബ്ദത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം എന്നുണ്ടായിരുന്നെങ്കിലും നേരത്തെ ഓടിയപ്പോൾ പറ്റിയ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ശബ്ദമുണ്ടാക്കാതെ വളരെ പതിയെ 2-3 ചുവടുകൾ മുന്നോട്ട് വെച്ചു. അടുത്ത നിമിഷം എൻ്റെ പുറകിൽ ആ പതിഞ്ഞ കാലടി ശബ്ദം വീണ്ടും കേട്ടു. അതെൻ്റെ തൊട്ടുപുറകിൽ തന്നെ വീണ്ടും എത്തിയിരിക്കുന്നു. എൻ്റെ പുറകിലുള്ളത് എന്തു തന്നെയായാലും അതിന് ഇരുട്ടത്ത് കണ്ണു കാണാൻ പറ്റുന്നുണ്ട്. ഭയം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്ന ഞാൻ എന്തും വരട്ടെ എന്ന് കരുതി ഓടാനായി തുനിഞ്ഞു. അതിനായി ഒരു കാലുയർത്തിയതും തണുത്തു മരവിച്ച ഒരു കൈ എൻ്റെ തോളിൽ വന്ന് പതിച്ചു. അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് ഞാൻ ഉറക്കെ അലറിക്കൊണ്ട് കുതറി മാറി എങ്ങോട്ടെന്നില്ലാതെ ഓടി. ഓട്ടത്തിനിടയിൽ നേരത്തെ ആ നായ കടിച്ചു വലിച്ച തോൾഭാഗം തുറന്നു കിടന്നിരുന്ന ഏതോ ഒരു വാതിൽപ്പടിയിൽ ചെന്നിടിച്ചു. ഞാൻ വേദന കൊണ്ട് പുളഞ്ഞുപോയി. അതോടെ ഓട്ടം നിർത്തി ഞാൻ പതിയെ മുന്നോട്ട് നടന്നു. ഏതാനും ചുവടുകൾ കൂടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചിരുന്ന എൻ്റെ കൈ ഏതോ ജനലഴികളിൽ തടഞ്ഞു. ഞാൻ കൈകൊണ്ട് പരതി ജനാലയുടെ കൊളുത്ത് കണ്ടെത്തി അത് തുറന്ന് പുറത്തേക്ക് നോക്കി. ഇല്ല, ഇരുട്ട് തന്നെ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ അതിലൂടെ ഇരുവശങ്ങളിലേക്ക് നോക്കി. പെട്ടെന്ന് എന്തോ ഒന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചകലെയായി നേർത്ത വെളിച്ചം. ഞാൻ സൂക്ഷിച്ചു നോക്കി. നേരത്തെ എൻ്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയ ഫോൺ നിലത്ത് കമിഴ്ന്നു കിടക്കുകയാണ്. അതിൻ്റെ ഫ്ലാഷിൻ്റെ വെളിച്ചം മൂടൽമഞ്ഞിൽ അധിക ദൂരമെത്താനാവാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. എങ്ങനെയെങ്കിലും അതൊന്ന് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ. പക്ഷേ പുറത്തിറങ്ങാതെ അത് സാധ്യമല്ല. വേണ്ട, അത് അപകടമാണ്. വീടിനുള്ളിൽ എന്നെ പിന്തുടരുന്ന സത്വം എന്തു തന്നെയായാലും ഇതുവരെ അതെന്നെ ദേഹോപദ്രവം ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. പുറത്തിറങ്ങിയാലത്തെ സ്ഥിതി അതല്ല.
അകത്ത് തന്നെ നിൽക്കാം, നേരം പുലരുവോളം. എങ്കിലും എൻ്റെ ഫോൺ കൺമുന്നിലുണ്ടായിട്ടും അതൊന്നും എടുക്കാൻ കഴിയാത്തത് എന്നെ നിരാശനാക്കി. ഞാൻ ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് പുറത്തുനിന്നും ആരോ എൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു. ഞെട്ടിത്തരിച്ച് ഞാൻ ജനലഴിയിലെ പിടിവിട്ട് പുറകോട്ട് ചാടി. എന്നാൽ പുറകിൽ എന്നെ കൂടുതൽ ഭയപ്പെടുത്താൻ പോന്ന ഒന്നാണ് ഉണ്ടായിരുന്നത്. പുറകോട്ട് ചാടിയ ഞാൻ ആരുടെയോ ദേഹത്ത് ചെന്നിടിച്ചു. അതിൻ്റെ തണുത്തു മരവിച്ച കൈകൾ എന്നെ വരിഞ്ഞു മുറുകാൻ തുടങ്ങി. ഞാൻ വീണ്ടും കുതറിമാറി ഒരു ഊഹം വെച്ച് ഹാളിലേക്ക് ഓടി. ഹാളിലെത്തിയ ഞാൻ ചുമരിൽ കൈവച്ച് നിന്ന് കിതച്ചു. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഇവിടെയുള്ള ദുഷ്ടശക്തി എന്തു തന്നെയായാലും അതെന്നെ ഇവിടെയിട്ട് മാനസികവും ശാരീരികവുമായി ദ്രോഹിച്ച് കൊല്ലാക്കൊല ചെയ്യുകയാണ്. ഇവിടെ ഈ ഇരുട്ടിൽ അതിന് ഒരൊറ്റ നിമിഷം കൊണ്ട് എന്നെ ഇല്ലാതാക്കാൻ കഴിയും. എന്നിട്ടും അത് ചെയ്യുന്നതിന് പകരം അതെൻ്റെ ഭയം ആസ്വദിക്കുകയാണ്. കനത്ത ഒരു നിസ്സഹായതാബോധം എന്നെ ബാധിച്ചു. ഭയവും വേദനയും കാരണം എനിക്ക് വ്യക്തമായി ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. പിന്നെയുള്ള എൻ്റെ പ്രവൃത്തികളും ചിന്തകളുമെല്ലാം വൈകാരികവും യാന്ത്രികവുമായിരുന്നു. എന്നെപ്പോലെ ഇതിനു മുമ്പ് എത്ര പേർ ഇതേപോലെ ഞാൻ ഇവിടെ അനുഭവിച്ചതിലൂടെയെല്ലാം കടന്നുപോയിട്ടുണ്ടായിരിക്കും. ഇനിയും എത്ര പേർ ഇതെല്ലാം അനുഭവിക്കുകയും ചെയ്യും. വല്ലാത്തൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇവിടെയുള്ള അടഞ്ഞുകിടക്കുന്ന ഓരോ മുറികൾക്കും എന്തെല്ലാം കഥകളായിരിക്കും പറയാനുണ്ടായിരിക്കുക. ഇല്ല, ഇനി ഒരാൾ പോലും ഇതൊന്നും അനുഭവിക്കാൻ ഇടവരരുത്. ഈ നരകത്തിൽ പെട്ടുപോയ അവസാനത്തെ ആൾ ഞാനായിരിക്കണം. ഒരു വിധത്തിൽ ഞാൻ ഹാളിലൂടെ തപ്പിത്തടഞ്ഞ് അടുക്കളയിലെത്തി. പിന്നെയും കുറച്ച് സമയമെടുത്തു ഗ്യാസ് സിലിണ്ടർ കണ്ടെത്താൻ. അത് കയ്യിൽ തടഞ്ഞ ഉടനെ ഞാൻ അതിൻ്റെ റെഗുലേറ്ററും ഗ്യാസ് അടുപ്പിൻ്റെ വാൽവും തുറന്നിട്ടു. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായി ഉണ്ടായിരുന്ന ലൈറ്റർ തപ്പിയെടുത്ത് കയ്യിൽ പിടിച്ചു. ഗ്യാസിൻ്റെ രൂക്ഷഗന്ധം അടുക്കളയിലാകെ വ്യാപിച്ചു. അത് വീട് മുഴുവൻ പടരാൻ ഞാൻ കാത്തുനിന്നു. പെട്ടെന്ന് എൻ്റെ പുറകിൽ ഹാളിൻ്റെ മറുകോണിൽ ഒരു പ്രകാശം മിന്നിത്തെളിഞ്ഞു. ഇത്തവണ അതെന്നെ അത്രയൊന്നും ഭയപ്പെടുത്തിയില്ല. ഞാൻ ശബ്ദമുണ്ടാക്കാതെ ആ ഭാഗത്തേക്ക് ചെന്നു. ഏതോ ഒരു ബൾബ് ഇടവിട്ട് മിന്നിത്തെളിയുകയാണ്. ഹാളിൻ്റെ ഒരു മൂലയിലെത്തി മറുഭാഗത്തേക്ക് തിരിയാൻ തുനിഞ്ഞ ഞാൻ ഒന്ന് നിന്നു. അവിടെ ആരുടെയോ നിഴലനക്കം കാണുന്നു. ഒരു നിമിഷം ഞാൻ അവിടെ നിന്നു. ശേഷം എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ ലൈറ്റർ മുറുകെ പിടിച്ച് അവിടേക്ക് തിരിഞ്ഞു. എൻ്റെ ശ്വാസം നിലച്ചുപോയി. അവിടെ പൂർണ്ണമായും രക്തത്തിൽ കുളിച്ച ഒരു സ്ത്രീ നിൽക്കുന്നു. തല മുതൽ കാൽപാദം വരെ രക്തം മാത്രം. മുഖം പോലും കാണാൻ കഴിയുന്നില്ല. പക്ഷേ മുഖത്തെ ഭാവം ക്രൂരമാണെന്ന് വ്യക്തമായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ ഗ്യാസിൻ്റെ രൂക്ഷഗന്ധം എൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറി. ഞാൻ ലൈറ്റർ തെളിയിക്കാൻ തുടങ്ങിയതും ആ സ്ത്രീ രൂപം അതിവേഗത്തിൽ പാഞ്ഞു വന്ന് എൻ്റെ കഴുത്തിൽ പിടിച്ചു. വേദനയാൽ പുളഞ്ഞ എൻ്റെ കയ്യിൽ നിന്നും ലൈറ്റർ താഴെ വീണു. അത് ഒരു കൈ കൊണ്ട് എൻ്റെ കഴുത്ത് ഞെരിച്ച് മറുകൈ എൻ്റെ തോളിന് നേരെ നീട്ടി. നീണ്ടു മെലിഞ്ഞ അതിൻ്റെ ചൂണ്ടുവിരൽ നേരത്തെ ആ ഭീമാകാരൻ നായ കടിച്ചുണ്ടായ മുറിവിലേക്ക് ആഴ്ന്നിറങ്ങി. അതിൻ്റെ കയ്യിൽ പറ്റിയിരുന്ന രക്തം എൻ്റെ മാംസത്തിലേക്ക് പടരുന്നത് ഞാൻ അറിഞ്ഞു. അറപ്പും ഭയവും കൊണ്ട് ഞാൻ കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ കൂർത്ത വിരലുകൾ എൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുകയും ചെയ്തു. ഒരൽപ്പം കൂടി ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ ആ വിരലുകൾ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കും. ആ ഭയത്താൽ എൻ്റെ കണ്ണുകൾ പുറത്തേക്കുന്തി വന്നു. അത് തിരിച്ചറിഞ്ഞിട്ടാണോ അതോ എൻ്റെ ഭയം കണ്ടിട്ടാണോ എന്നറിയില്ല. ആ സത്വം അതിൻ്റെ ചൂണ്ടുവിരൽ എൻ്റെ ഉള്ളിലിട്ട് വട്ടം കറക്കി. ഞാൻ വേദനയാൽ ഉറക്കിയലറിയെങ്കിലും കഴുത്ത് ഞെരിഞ്ഞമർന്നിരിക്കുകയായിരുന്നതുകൊണ്ട് ഒരു നേർത്ത ഞരക്കമല്ലാതെ മറ്റൊന്നും പുറത്തു വന്നില്ല. അതിൻ്റെ ബാക്കി വിരലുകൾ കൂടി തോളിലുണ്ടായിരുന്ന മറ്റു മുറികളിലൂടെ എൻ്റെ ഉള്ളിലേക്ക് കയറ്റി. ഏത് നിമിഷവും അതെൻ്റെ ഹൃദയത്തെ ഞെരിച്ചുടയ്ക്കും. മരിക്കാനുള്ള ഭയം കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ട് ഇവിടെ അരങ്ങേറിയ സംഭവങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്നും എടുത്തു മാറ്റിയിരുന്നു. പക്ഷേ അതൊന്നിനും വേണ്ടിയല്ലാതെയാവുന്നത് എന്നെ നിരാശയിലേക്ക് തള്ളിയിട്ടു. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷേ എന്ത്? കഴുത്തിലെ പിടുത്തവും മുറിവുകളിലെ വേദനയും കാരണം ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് രക്ഷപ്പെട്ടേ മതിയാവുമായിരുന്നുള്ളൂ. ഒരു വിധത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് ഒരു കൈ ഉയർത്തി തിരികെ അതിൻ്റെ കഴുത്തിൽ പിടിച്ചു. ഉടനെ അതിൻ്റെ കഴുത്തിലെ പിടുത്തം വിട്ട് എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറിപ്പോയി. പക്ഷേ കൃത്യം ആ സമയത്ത് തന്നെ യാന്ത്രികമായിട്ടാണെങ്കിലും ഞാൻ അതിൻ്റെ നെഞ്ചിലേക്ക് ഒരു കാൽ ഉയർത്തി ആഞ്ഞു ചവിട്ടി. അതതിനെ ഒരു വിധത്തിലും ബാധിച്ചില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്നും അതിൻ്റെ വിരലുകൾ പുറത്തേക്ക് ഊരി വന്നു. ഞാൻ പുറകോട്ട് മറിഞ്ഞു വീണു. നിലത്ത് വീണ ഉടനെ ഞാൻ അടുത്തു കിടന്നിരുന്ന ലൈറ്റർ കൈക്കലാക്കി. പക്ഷേ അത് കത്തിക്കാൻ കഴിയുന്നതിന് മുന്നേ ആ സ്ത്രീ എൻ്റെ നെഞ്ച് ലക്ഷ്യമാക്കി ചവിട്ടാനായി ഒരു കാൽ ഉയർത്തി. ഞാൻ ഉരുണ്ടുമാറി നിലത്തു നിന്നും എഴുന്നേറ്റ് നിന്ന് അതിനു നേരെ പകയോടെ നോക്കി. ഹാളിൻ്റെ തുറന്നു കിടന്നിരുന്ന വാതിലിൻ്റെ മുന്നിൽ നിന്നിരുന്ന അത് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷമായി. തൊട്ടടുത്ത നിമിഷം എൻ്റെ മുതുകിൽ ശക്തിയായ ഒരു പ്രഹരമേറ്റ് ഞാൻ മുന്നിലേക്ക് കമഴ്ന്നടിച്ചു വീണു.
ഇത്തവണ ലൈറ്റർ എൻ്റെ കയ്യിൽ ഭദ്രമായി തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നിലത്ത് കിടന്നുകൊണ്ട് വീണ്ടും അത് കത്തിക്കാനായി സ്റ്റീൽ കൊണ്ടുള്ള അതിൻ്റെ മൂടി തുറന്നു. ആ സമയം ദൂരെ എവിടെ നിന്നോ ഞാനൊരു ശബ്ദം കേട്ടു. ഇവിടെ വന്നിറങ്ങിയ അന്നു മുതൽ കേട്ടുപരിചയിച്ച ശബ്ദം, ജീപ്പിൻ്റെ ഹോണിൻ്റെ ശബ്ദം. എൻ്റെ ഉള്ളിലേക്ക് പ്രതീക്ഷകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയുണ്ടായി. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. ഞാൻ ചാടി എഴുന്നേറ്റ് മുന്നിലെ വാതിലിലൂടെ പുറത്തേക്കോടി. വാതിൽ കടന്നയുടനെ ഞാൻ ലൈറ്റർ കത്തിച്ച് ഹാളിനകത്തേക്ക് എറിഞ്ഞു. നീല നിറത്തിലുള്ള അഗ്നിജ്വാലകൾ വീടിനകത്ത് പടർന്നു. ഞാൻ സർവ്വശക്തിയുമെടുത്ത് മുന്നോട്ട് കുതിച്ചു. പക്ഷേ അധിക ദൂരം പിന്നിടുന്നതിനു മുന്നേ പുറകിൽ വലിയൊരു സ്ഫോടനമുണ്ടായി. ഞാൻ മുന്നിലെ പുൽമേട്ടിലേക്ക് തെറിച്ചു വീണു. ദൂരെ നിന്നും ആരൊക്കെയോ എൻ്റെ നേരെ ഓടി വരുന്നത് ഞാൻ മങ്ങിയ വെളിച്ചത്തിൽ കണ്ടു. എൻ്റെ അടുത്തെത്തിയ അവർ എന്നെ താങ്ങിയെടുത്ത് ജീപ്പിനകത്തേക്ക് കയറ്റി. അഭിവേഗം ജീപ്പ് തിരിച്ച് വഴിയിലേക്കെടുത്തു. പുറകിൽ ആ നശിച്ച വീടിൻ്റെ ചുമരുകൾ കത്തി അടർന്നു വീണുകൊണ്ടിരുന്നു. വലിയൊരാശ്വാസത്തോടെ ഞാൻ കണ്ണുകൾ അടച്ചു. ജീപ്പ് ദൂരേക്ക് അകലുമ്പോൾ വീണ്ടും വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി. അതോടെ ആ വീട് പൂർണ്ണമായും നിലംപതിച്ചു. ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം ചെയ്തു തീർത്ത സംതൃപ്തിയാണ് എനിക്ക് ആ സമയം തോന്നിയത്. ക്ഷീണവും വേദനയും കാരണം ജീപ്പിൻ്റെ കുലുക്കം പോലും മറന്ന് ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇരുട്ടിനെ തുളച്ച് ജീപ്പ് പുതിയൊരു പുലരിയിലേക്ക് എന്നെയും വഹിച്ചുകൊണ്ട് കുതിച്ചു പാഞ്ഞു. അന്തരീക്ഷത്തിൽ നിന്നും ഭയത്തിൻ്റെ മൂടൽമഞ്ഞ് എങ്ങോ പോയി മറഞ്ഞു. ഉറക്കത്തിൽ പോലും പുതിയൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിൽ ഉദയം ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന എനിക്ക് ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പം അനുഭവപ്പെട്ടു. ഏതോ ഒരു മുറിയിലായിരുന്നു ഞാൻ. കണ്ണു തുറന്ന ഉടനെ ഞാൻ പരിഭ്രമത്തോടെ ചാടി എഴുന്നേറ്റു. ശരീരത്തിലങ്ങിങ്ങായി വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ശരീരം മുഴുവൻ കൈകൊണ്ട് പരതി നോക്കി. ഇടത്തെ തോളിൽ അസഹ്യമായ വേദന. ഞാൻ ഒരു വിധത്തിൽ ഷർട്ടഴിച്ച് മുറിയിലുണ്ടായിരുന്ന അലമാരയുടെ കണ്ണാടിയുടെ അടുത്തേക്ക് ചെന്നു. കണ്ണാടിയിൽ നോക്കിയ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. തോളിൽ ഒരൊറ്റ മുറിവ് പോലുമില്ല. മറിച്ച് കരിനീല നിറത്തിൽ അവിടെ നീളത്തിൽ ഒരടയാളം മാത്രമായിരുന്നു. അത് ഇന്നലെ രാത്രി ഓട്ടത്തിനിടയിൽ വാതിൽപ്പടിയിൽ ഇടിച്ചപ്പോൾ പറ്റിയതായിരിക്കാം. അതല്ലാതെ ഇന്നലെ രാത്രി സംഭവിച്ച ഒന്നിൻ്റെയും ഒരടയാളവും ദേഹത്തുണ്ടായിരുന്നില്ല. അതോടെ എല്ലാം വെറും തോന്നൽ മാത്രമായിരുന്നു എന്ന ചിന്ത എന്നെ ബാധിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അഭി മുറിയിലേക്ക് വന്നു. രാത്രി നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞാനവനോട് പറഞ്ഞു. അതിനവൻ നൽകിയ മറുപടി എന്നെ ഞെട്ടിച്ചു. ആ വീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു ബ്രിട്ടീഷ് പ്രഭു കുടുംബം പണി കഴിപ്പിച്ചതായിരുന്നു. വളരെ ക്രൂരനായിരുന്നു പ്രഭു. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള അടിമകളെ അയാൾ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ഒരു ദയവുമില്ലാതെ അവരെയെല്ലാം ദ്രോഹിക്കുകയും ചെയ്യുമായിരുന്നു. അതിനെല്ലാം അയാളുടെ കൂടെ ഒരു ഭീമാകാരനായ നായയും ഉണ്ടായിരുന്നു. അടിമകളിൽ പലരെയും അയാൾ ആ ഹാളിനുള്ളിൽ വെച്ച് വെട്ടിനുറുക്കി ആ നായയ്ക്ക് ഭക്ഷണമായി നൽകിയിരുന്നു. മനുഷ്യമാംസം കഴിച്ചു വളർന്നതുകൊണ്ടാണ് ആ നായയ്ക്ക് അത്രയും വലുപ്പം വെച്ചത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അയാൾക്ക് സ്വന്തം ഭാര്യയേക്കാൾ സ്നേഹം ആ നായയായിരുന്നു. അയാളുടെ ക്രൂരതകൾ കണ്ടു നിൽക്കാൻ കഴിയാതെ ഒരു ദിവസം ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. പക്ഷേ എന്നിട്ടും അയാളുടെ ക്രൂരതകൾ ഒരു മാറ്റവുമില്ലാതെ തുടർന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിസമ്പന്നനായിരുന്ന അയാളെ ആ സ്ത്രീയും കാമുകനും ചേർന്ന് വിഷം നൽകി കൊലപ്പെടുത്തി. ഒപ്പം ആ നായയെയും. അതിനുശേഷം ആ സ്ത്രീയും കാമുകനും ആ വീട്ടിൽ താമസം ആരംഭിച്ചു. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാത്രി രണ്ടുപേരെയും ഏതോ നായ കടിച്ചു കൊലപ്പെടുത്തി. പിന്നെ കുറേ വർഷങ്ങളോളം ആരും താമസിക്കാനില്ലാതെ ആ വീട് അടഞ്ഞുകിടന്നു. അത് കഴിഞ്ഞ് തേയിലത്തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ മുതലാളിയുടെ മുത്തച്ഛൻ്റെ അച്ഛനാണ് ആ വീട് വിലയ്ക്ക് വാങ്ങുന്നത്. വീട് വിലയ്ക്ക് വാങ്ങി ആദ്യ ദിവസം തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം 3 മരണങ്ങൾ പിന്നെയും ഉണ്ടായി. അതോടെ ആ വീട്ടിലേക്ക് താമസിക്കാനായി ആരും പോവാതായി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ മുതലാളിയുടെ ഒരു ബന്ധുവും സുഹൃത്തും രാത്രി താമസിക്കാനായി അവിടെ വന്നിരുന്നു. അവർക്കും അടുത്ത പുലരി കാണാനുള്ള യോഗമുണ്ടായിരുന്നില്ല. എല്ലാവരും മരിച്ചത് ഒരേ രീതിയിൽ. എല്ലാവരുടെയും തോളിലും കഴുത്തിലും നായ പോലെ ഏതോ ജീവി കടിച്ചു കീറിയിരുന്നു. അതെല്ലാം കേട്ട് ഞാൻ തരിച്ചു നിന്നു. ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടാണോ തേയിലത്തോട്ടത്തിൻ്റെ മുതലാളി എന്ന് പറയുന്നവൻ ഞങ്ങളെ ആ വീട്ടിൽ താമസിക്കാൻ വിട്ടത്? ശരിക്കും അയാളെയാണ് ആ വീട്ടിൽ ഒറ്റയ്ക്ക് പൂട്ടിയിടേണ്ടത്. അയാളും ആ വീട് പണി കഴിപ്പിച്ച പ്രഭുവും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത്? എൻ്റെ രക്തം ഇരച്ചു പൊന്തി. മുറിയിൽ നിന്നും തിരികെ പോകാൻ നേരം അബി പോക്കറ്റിൽ നിന്നും എന്തോ എടുത്ത് എൻ്റെ നേരെ നീട്ടി. എൻ്റെ ഫോൺ. രാവിലെ പോലീസും മുതലാളിയുമെല്ലാം അവിടേക്ക് പോയിരുന്നു. അവരോടൊപ്പം പോയപ്പോൾ പറമ്പിൽ കിടന്ന് കിട്ടിയതാണ് എന്നവൻ പറഞ്ഞു. ഞാൻ അത് വാങ്ങി അൺലോക്ക് ചെയ്തു നോക്കി. അബിയുടെ കുറച്ച് മിസ് കോളുകളും പിന്നെ കുറച്ച് വാട്സപ്പ് മെസ്സേജുകളും അല്ലാതെ വേറെയൊന്നും അതിലുണ്ടായിരുന്നില്ല. ഞാനത് ലോക്ക് ചെയ്ത് പോക്കറ്റിലിട്ടു. ഇനിയൊരിക്കലും ഈ വഴിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തോടെ ഞാൻ ആ സ്ഥലത്ത് നിന്നും തിരികെ നാട്ടിലേക്കുള്ള വണ്ടി കയറി.
എല്ലാം ഒരു സ്വപ്നം പോലെ എൻ്റെ ഉള്ളിൽ ഓർമ്മകൾ മാത്രമായി അവശേഷിച്ചു.